ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിൻ രേവതിയും വിമലയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ മോളെ വിളിക്കും, ഞങ്ങൾ സംസാരിച്ച് അവരെ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാം. എപ്പം നോക്കിയാലും അവിടെ തന്നെ നിൽക്കുന്നത് എന്തിനാ? ആദ്യം ആശുപത്രി കിടന്നപ്പോൾ പോലും അവർ വന്നില്ലല്ലോ. ആരെങ്കിലും വിളിച്ച് പറഞ്ഞാലേ അവരിനി വരത്തുള്ളൂ. ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ സംസാരിക്കാമെന്നൊക്കെ സച്ചിൻ രേവതിയും ഒരുപാട് പറയുമ്പോഴേക്കും വിമല ആ സത്യം വെളിപ്പെടുത്തുവാണേ. അവൾ വരില്ല എന്ന് പറയുവാണ്. അപ്പോൾ സച്ചിൻ രേവതിയും ചോദിക്കുന്നുണ്ട്, അതെന്താ വരാത്തേ? അത് പിന്നെ എൻ്റെ മോൻ്റെ മോനല്ല ഈ ആദി, ഇതെൻ്റെ മോളുടെ മോനാന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്ത് മോളുടെ മോനോ? അപ്പോൾ പിന്നെ എന്തിനാ അവരെ ആൻറ്റി എന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് വിളിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വിമല പറയുന്നുണ്ട്, അത് പിന്നെ അവൾ തന്നെയാണ് അങ്ങനെ വിളിപ്പിക്കുന്നത്, അമ്മ എന്ന് അവൾ വിളിപ്പിക്കില്ല, ആൻറ്റി എന്നേ വിളിപ്പിക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവാണേ. എന്തൊരമ്മയാ അത്, സ്വന്തം അമ്മയെ ആൻറ്റി എന്ന് വിളിക്കാൻ പറയുന്നു, എന്തൊരു സ്ത്രീ അവരെന്നൊക്കെ പറയുമ്പോഴേക്കും വിമല പറയുന്നുണ്ട്, മോനെ അവളെ ഒന്നും പറയണ്ട, എല്ലാം എൻ്റെ തെറ്റാന്ന് പറയുവാണ്. എന്നിട്ട് ശ്രുതിയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ വിമല പറയുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വിമലയുടെ ഭർത്താവ് നേരത്തെ തന്നെ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്രുതിക്ക് ആ സമയത്ത് ഒരു 19 വയസ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പണക്കാരൻ്റെ വീട്ടിൽ നിന്ന് നല്ലൊരു ആലോചന ശ്രുതിക്ക് വന്നു, നല്ല കാശുള്ള വീട്ടിലെ ആൾക്കാരാണ്. അപ്പോൾ വിമല എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരെ പറ്റിയൊന്നും അന്വേഷിക്കാതെ പണക്കാരൻ്റെ വീട്ടിലെ ചെക്കനല്ലേ എന്ന് പറഞ്ഞ് ശ്രുതിയെ കെട്ടിച്ചു കൊടുത്തു. ശ്രുതി എന്നല്ല, മോളെന്നാണ്, ഇവർ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, മോളെന്നാണ് പറയുന്നത്. സത്യത്തിൽ ശ്രുതിയാണ് മോളെന്ന് നമ്മുടെ സച്ചിക്കും രേവതിക്കും അറിയില്ലല്ലോ. ഇവരപ്പോൾ വിമലയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ കേൾക്കുവാണ്. അവളെക്കാളും നല്ല പ്രായം ഉണ്ടായിരുന്നു ആ ആലോചന വന്ന പയ്യന്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു. എൻ്റെ മോൾക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു ഈ കല്യാണത്തിന്. പക്ഷേ ഞാൻ അവളെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ അവളെ കൊണ്ട് ഈ കല്യാണത്തിന് നിർബന്ധിപ്പിച്ചു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറയുവാണേ വിമല. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ ആദിയുടെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും വിമല പറയുന്നുണ്ട്, ആദി ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചു, സുഖമില്ലാത്ത ആളായിരുന്നു. സച്ചിക്കും രേവതിക്കും ഈ കഥ കേൾക്കുമ്പോഴേക്കും സങ്കടമാവുന്നുണ്ട്. ആദ്യം അന്നാണ് അമ്മയും അച്ഛനെയും പറ്റിയുള്ള സത്യങ്ങളൊക്കെ വിമലയുടെ വായിൽ നിന്ന് കേൾക്കുന്നത്. ആദ്യക്കും വിഷമാവുന്നുണ്ട്, അച്ഛൻ മരിച്ചു എന്നൊക്കെ അറിയുമ്പോഴേക്കും. അപ്പോഴേക്കും വിമല പറയുന്നുണ്ട്, അവളുടെ ജീവിതം ഞാൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവൾക്ക് എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്, എന്നോട് മിണ്ടാതെയായി. പിന്നെ ഞാൻ അവളെ ഒരു കാര്യത്തിൽ നിർബന്ധിക്കാറില്ല. പിന്നെ അവൾ അവളുടെ ഇഷ്ടത്തിന് പുറത്ത് പോയി പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ ജോലിയൊക്കെ ചെയ്ത് ദുബായിലൊക്കെ സെറ്റിലായിരിക്കുകയാണ്. ആദ്യക്ക് ഇതൊക്കെ അറിയാമോയെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും വിമല പറയുന്നുണ്ട്, ഇല്ല, ഇവൻ ഇപ്പോഴാണ് ഈ കഥകളൊക്കെ കേൾക്കുന്നതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മേ എന്തൊക്കെ ആയാലും അമ്മ ചെയ്തത് തെറ്റാ, മോളെ ഇങ്ങനെ നിർബന്ധിച്ചൊരു കല്യാണത്തിലോട്ട് തള്ളി വിടരുതായിരുന്നു, ഇപ്പോൾ അവളുടെ ജീവിതം പോയില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും വിമല പറയുന്നുണ്ട്, എല്ലാം എൻ്റെ തെറ്റാ മോളെ, അതിനുള്ള പ്രായശ്ചിത്വമായിട്ടാ ഇപ്പോൾ ഇവനെ ഞാൻ നോക്കി വളർത്തുന്നതെന്നൊക്കെ വിമല പറയുവാണ്. സച്ചി അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, അതൊക്കെ സമ്മതിച്ചു, പക്ഷെ സ്വന്തം മകനല്ലേ ആദി, ഈ ആദിയെ തള്ളി പറഞ്ഞിട്ട് അവരവിടെ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും വിമല പറയുന്നുണ്ട്, മോനുണ്ടെന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു ജീവിതം ജീവിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവൾ ആരോടും മോനുണ്ടെന്നുള്ളൊരു സത്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, തെറ്റ് ചെയ്തത് നിങ്ങളും ആ പ്രായമായിട്ടുള്ള ആളാ, നിങ്ങളുടെ മോള് അതിൻ്റെ ഇടയിൽ എങ്ങനെയോ വന്നു പെട്ടു, പക്ഷേ ഈ ഒന്നും അറിയാത്ത ഈ മോന് ആദി, ഇവനെ നിങ്ങളിപ്പോൾ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുക, അവനല്ലേ ഈ എല്ലാത്ത പ്രശ്നങ്ങളുടെ നടുവിൽ അനുഭവിക്കുന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇത്രയും നാളും ഞാൻ ഇവന് അമ്മയില്ലെന്നാണ് ഓർത്തത്, പക്ഷേ ഇപ്പോൾ അമ്മ ഉണ്ടായിട്ടും ഇല്ലാതെ ജീവിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ, അതെനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല, ഞാൻ അനുഭവിച്ചതാ അത്. നടുകടലിൽ ദാഹിച്ചിട്ട് നിൽക്കുമ്പോൾ ഒരിറ്റ് വെള്ളം പോലും നമുക്ക് കുടിക്കാൻ തോന്നില്ല, അതുപോലെയാണിത്. ഒരമ്മയുടെ സ്നേഹം അനുഭവിക്കാതെ ആ മനസ്സ് എന്തോരം വിഷമിക്കുന്നുണ്ടാവും ഒരമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. പ്രസവിച്ച സ്വന്തം മകനെ ഇവിടെ ഇട്ടിട്ട് എന്തിഷ്ടമുള്ള ജീവിതം ജീവിക്കാനാണ് നിങ്ങളുടെ മകൾ അവിടെ ജീവിക്കുന്നതെന്നൊക്കെ സച്ചി ചൂടാവുകയാണ് വിമലനോട്. രേവതിയും പറയുന്നുണ്ട്, നിങ്ങളുടെ മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവും, ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും സ്വന്തം മകനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചിക്കാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം കയറി വരുവാണ്. സച്ചി വിമലനോട് ചൂടാവുന്നുണ്ട്, എനിക്കിപ്പോൾ നിങ്ങളുടെ മകളോട് നല്ല 2 വർത്താനം പറയണമെന്നുണ്ട്, വിളിച്ച് താ, നിങ്ങളുടെ മോളെ ഇപ്പം തന്നെ ഫോൺ ചെയ്ത് എനിക്ക് താന്നൊക്കെ സച്ചി വാശി പിടിക്കുവാണേ. അപ്പോഴേക്കും വിമല പറയുന്നുണ്ട്, ഇപ്പം അവളുടെ മനസ്സ് കുറേശ്ശെ മാറി വരുന്നുണ്ട്, എന്നെങ്കിലും ഒരു ദിവസം അവൾ ഇവിടെ വന്ന് ഇവനെ കൂട്ടിക്കൊണ്ട് പോകും, അവളുടെ കൂടെ നിർത്തി വളർത്തും, എനിക്ക് വിശ്വാസമുണ്ട് മോനെ സച്ചി എന്നൊക്കെ വിമല പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ആൻറ്റി ഇപ്പം തന്നെ ഫോൺ വിളിച്ച് എനിക്ക് തന്നെ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, സച്ചിയേട്ടാ വേണ്ട സച്ചിയേട്ടാ, ഇപ്പോൾ അവരുടെ ഭാഗത്തും ആ മോള് ദേഷ്യപ്പെടുന്നതിലും കുറച്ചൊക്കെ കാര്യമുണ്ട്, അമ്മ പറഞ്ഞല്ലോ മോളുടെ മനസ്സ് മാറി തിരിച്ചു വരുമെന്ന്, വരും സച്ചിയേട്ടാ, അമ്മ പറയുന്നത് നമുക്ക് കേൾക്കാം, അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ നമ്മൾ വിളിച്ച് സംസാരിച്ചിട്ട് പ്രശ്നം വെറുതെ വീണ്ടും വേറൊരു രീതിയിലോട്ട് തിരിച്ചു വിടണ്ട, അങ്ങനെ മനസ്സ് മാറി വരുവാണെങ്കിൽ അത് നല്ലതല്ലേ സച്ചിയേട്ടാ എന്നൊക്കെ രേവതി പറയുവാണേ.
ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആദി എന്ന് പറഞ്ഞ ജീവനാ, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞതെന്ന് വിമല പറയുന്നുണ്ട്. സച്ചിക്ക് എന്നാലും അമ്മയുടെ സ്നേഹം അനുഭവിക്കാതെ ആദി വളരുന്നതിലൊരു താല്പര്യമില്ല. കാരണം സച്ചിയും ആ അവസ്ഥയിലൂടെയാണല്ലോ ചെറുപ്പകാലത്ത് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ സച്ചിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ വിമല പറയും, അകത്തെല്ലാവരും കാത്തിരിക്കുമല്ലേ, നമുക്കിനി കേക്ക് മുറിക്കാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, വാ മോനെ ആദി, നമുക്ക് കേക്ക് മുറിക്കാം, വാ, ഇനി ആരെ കാത്ത് നിൽക്കാനേ, മോൻ വാ എന്നൊക്കെ പറഞ്ഞ് ആദിയെ വിളിച്ചുകൊണ്ടും പോയി അവർ നല്ല അടിപൊളിയായിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് ആദിക്കുട്ടനെ കൊണ്ട് അതൊക്കെ മുറിപ്പിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യുവാണ്. ആദിയുടെ മുഖത്ത് നല്ല സങ്കടമുണ്ട്. കാരണം സ്വന്തം അമ്മ ആണെന്ന്, ശ്രുതിയാണ് അമ്മയെന്ന് ആദ്യം തിരിച്ചറിഞ്ഞു. എന്നിട്ട് പോലും ആ അമ്മയെ കൂടെ നിർത്തി കേക്ക് മുറിക്കാൻ ആദിക്ക് സാധിച്ചില്ലല്ലോ. ശ്രുതിയാണെങ്കിൽ അപ്പുറത്ത് നിന്ന് ഭയങ്കരമായിട്ട് വിഷമിക്കുവാണ്. ആദ്യമോൻ കേക്ക് മുറിക്കുന്നതൊക്കെ അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് ശ്രുതി കണ്ടുകൊണ്ടിരിക്കുവാണേ. ശ്രുതിക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്, എല്ലാം കൂടി വന്നൊരു ഇമോഷനാണേ. സച്ചിൻ രേവതിയൊക്കെ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ആദിക്കുട്ടനെ കൊണ്ട് കേക്കൊക്കെ മുറിച്ച് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ആതിര മുഖത്ത് അപ്പോഴും സങ്കടമാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താടെ എന്നൊരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ, നീ എന്താ കേക്കൊന്നും തിന്നാത്തേന്ന് പറയുമ്പോഴേക്കും ആദി പറയുന്നുണ്ട്, എനിക്ക് വേണ്ട അങ്കിളേ എന്ന് പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ വന്നില്ലല്ലോ എന്നോർത്തുള്ള വിഷമമാണോ മോന്? സാരമില്ല, അമ്മ ഒരു ദിവസം വരും, മോൻ വിഷമിക്കണ്ട എന്നൊക്കെ പറയുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവൻ എങ്ങനെ ചിരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം, ഇവൻ്റെ മൂഡ് ഞാനിപ്പം മാറ്റിത്തരാം, സന്തോഷിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം നല്ല ഇക്ലിയൊക്കെ ആക്കി ചിരിപ്പിക്കുവാണേ. എന്നിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആദ്യം. അങ്ങനെ ആദ്യയുടെ വിഷമമൊക്കെ മാറ്റി ആദ്യനെ നല്ല സന്തോഷിപ്പിക്കുവാണ് സച്ചിയും രേവതിയും കൂടി. അപ്പോൾ അമ്മ വിമലയാണെങ്കിൽ അവിടെ നിന്നിട്ട്, ഈ ശ്രുതി ഇത് എവിടെ പോയി, ഇപ്പോൾ അടുക്കള ഭാഗത്തൊന്നും കാണുന്നില്ലല്ലോ, അവൾ എവിടെ പോയി, ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറി നിന്ന് വിമല ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കുവാണേ. ശ്രുതി പുറത്ത് മാറി നിൽക്കുവാണ്. അപ്പോൾ വിമല ചോദിക്കുന്നുണ്ട്, മോളെ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നടുത്തെരുവിൽ നിന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ കാരണം എനിക്ക് എല്ലാ കാലത്തും ഇത് തന്നെ അവസ്ഥയാന്ന് തോന്നുന്നു, നിങ്ങൾ എപ്പോഴും എന്നെ ഇങ്ങനെ നടുത്തെരുവിൽ എപ്പോഴും എന്നെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കും, ഇപ്പോഴും അതേ അവസ്ഥയാന്ന് പറയുമ്പോഴേക്കും വിമല പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ മോളെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, മര്യാദക്ക് അവരെ ഇവിടെ നോടിച്ചോ, അവരുടെ മുഖത്തടിച്ച് പറയുന്ന പോലെ പറ, ഇനി മേല ഇവിടെ വരാൻ നിൽക്കരുത്, വന്നു കഴിഞ്ഞ് എൻ്റെ സ്വഭാവം മാറും കേട്ടോ അമ്മേ, ഞാൻ അങ്ങോട്ടേക്ക് വരണമെങ്കിൽ അമ്മ അവരെ അവിടെ നിന്ന് ഓടിക്കണം, ഓടിച്ചാൽ മാത്രം ഞാൻ ഇനി അങ്ങോട്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ അമ്മ അവരുടെ കൂടെ തന്നെ അവിടെ തന്നെ നിന്നോ, എത്രയും പെട്ടെന്ന് അവരെ മാറ്റിയിട്ട് എന്നെ വിളിച്ചോ, എന്നാലും ഞാൻ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യുവാണ്. വിമലക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു പിടുത്തവും ഇല്ല. വിമല അകത്ത് പോകുമ്പോഴേക്കും നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ കേക്ക് കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും, വേണ്ട മോനെ, എനിക്ക് നല്ല ഷുഗർ അല്ലേ, എനിക്ക് വേണ്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കണ്ടോ അമ്മയുടെ ഈ അവസ്ഥയിലും മോനെ ഒറ്റക്കാണ് വളർത്തുന്നത്, ഇതുകൊണ്ടാണ് ഞാൻ മോളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, സച്ചിയേട്ടാ അമ്മ പറഞ്ഞില്ലേ, അവരൊരു ദിവസം വരും, അപ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാം എന്നൊക്കെ പറയുവാണ്. നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു, എന്തെങ്കിലും ആവട്ടെ, പക്ഷെ അമ്മ ആരും ഇല്ലെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല, അമ്മ ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ വരണം എന്ന് സച്ചി പറയുന്നുണ്ടേ. എന്നിട്ട് ഞങ്ങൾ പോവാന്ന് പറയുമ്പോഴേക്കും വിമല പറയുന്നുണ്ട്, അയ്യോ മോനെ ഇത്ര പെട്ടെന്ന് പോവല്ലേ, ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോവാന്ന് പറയുമ്പോൾ സച്ചി പറയും, ഇല്ലമ്മേ ജോലിക്ക് പോകാനുണ്ട്, ട്രിപ്പൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങൾ പോട്ടെ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയും, മോനെ ആദ്യം ഞങ്ങളിനി വേറൊരു ദിവസം വരാട്ടോ, ഒരു പ്രാവശ്യം കൂടി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്നിട്ട് വിമലനോട് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം, അമ്മക്ക് ആരും ഇല്ലെന്നൊരു തോന്നലും വേണ്ട, ഞങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുവാണേ. ഇവർ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി വീട്ടിലോട്ട് വരുവാണ്. വീട്ടിലോട്ട് വരുമ്പോഴേക്കും ആദ്യമോൻ, അമ്മേ സോറി അമ്മേ, അമ്മയില്ലാതെ ഞാൻ കേക്ക് മുറിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല മോനെ, അമ്മ വാ നമുക്ക് ഒന്നുകൂടെ മുറിക്കാം എന്ന് പറഞ്ഞിട്ട് ആ കേക്ക് വീണ്ടും അമ്മയും മകനും കൂടി മുറിച്ച് ആദ്യമോൻ ഒരു പീസൊക്കെ എടുത്ത് ശ്രുതിയുടെ വായിൽ വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ശ്രുതി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറയും, മോൻ കുറച്ച് നേരം പുറത്ത് പോയി കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമോനെ വിടുവാണേ. സത്യത്തിൽ ആ ശ്രുതിക്ക് അമ്മേനെ രണ്ട് ചീത്ത പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം അവിടെ നിന്ന് പയ്യെ മാറ്റിയതാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ശ്രുതിയോട്, മോളെ അവർ സത്യമായിട്ട് ഞാൻ വരുമെന്നൊന്നും വിചാരിച്ചില്ല, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഓർത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ എൻ്റെ ജീവിതം വീണ്ടും തകർക്കാൻ നോക്കുവാണോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ചീത്ത പറയുന്നുണ്ട്. അപ്പോഴേക്കും വിമല ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ മോളെ നിൻ്റെ ജീവിതം തകർക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ മൊത്തം കഥയും പറഞ്ഞു കൊടുത്തില്ലേ, എൻ്റെ പേര് മാത്രം എന്തിനാ ബാക്കി വെച്ചത്, അതും കൂടി പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ചീത്ത പറയുവാണേ. അപ്പോഴേക്കും നമ്മുടെ വിമല പറയുന്നുണ്ട്, ഞാൻ മോളെ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും, നല്ലതിന് വേണ്ടിയിട്ടോ, ഇതും നല്ലതിന് വേണ്ടിയിട്ടാണോ, നല്ലതിനാണെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതം അമ്മ ആദ്യം ഒരു കല്യാണം കഴിപ്പിച്ച് നശിപ്പിച്ചു, ഇപ്പം വീണ്ടും നല്ലതിനാണെന്ന്, ഇപ്പം ഞാനായിട്ട് എൻ്റെ ഒരു ജീവിതം ഒരു കരക്കടുപ്പിച്ചുകൊണ്ടിരിക്കുക, അത് വീണ്ടും വന്ന് നശിപ്പിക്കല്ലേ എന്നൊക്കെ ശ്രുതി അപേക്ഷിക്കുവാണ്.
മോളെ അവർ നിന്നെ ഫോൺ വിളിക്കാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം ആദിയുടെ അമ്മ എന്ന് പറഞ്ഞത് ഏതോ ഒരു സ്ത്രീയാണ്. അത് നീയാണെന്ന് അറിയില്ലല്ലോ. പിന്നെ നീ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മക്ക് സച്ചിയെപ്പറ്റി അറിയാനിട്ടാ. എന്തെങ്കിലും ഒരു ചെറിയ സംശയം വന്നാൽ മതി, അതിൽ കയറി പിന്നെ സച്ചി എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കും എന്ന് പറയുമ്പോഴേക്കും വിമല പറയുന്നുണ്ട്, മോളെ എത്ര നാളിത് മൂടി വെക്കാൻ പറ്റും? മോൾ എല്ലാവരോടും എല്ലാ സത്യങ്ങളും തുറന്ന് പറയാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും ചീത്ത പറയുവാണ്. സത്യങ്ങൾ എപ്പോൾ തുറന്നു പറയണം എനിക്ക് നല്ലോണം അറിയാം. ഇനി അവർ മോളെ വിളിക്കും എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തില്ല. ഇപ്പം ഏതായാലും അവർക്ക് മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഇനി മേലല്ല അവർ ഈ വീട്ടിലോട്ട് വരാൻ പാടില്ല. മുഖത്തടിച്ച പോലെ അമ്മ തുറന്നു പറയണം, വരാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുവാണ് വിമലേനോട്. അപ്പോൾ വിമല പറയുന്നുണ്ട്, മോളെ ഇപ്പം വന്നത് ഞാൻ വിളിച്ചിട്ടാണോ? അവർ ഞാൻ വിളിച്ചിട്ടല്ല വരുന്നത്, അവർ അവരായിട്ട് തന്നെ വരുന്നത് അമ്മുവിനോടുള്ള സ്നേഹം കൊണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അവർ വരാൻ പാടില്ല. അമ്മ എന്തിനാ രേവതിനോട് വരുമ്പോഴേക്കും സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കാൻ നിൽക്കരുത്. ഈ ചിരിച്ചും കളിച്ചും സംസാരിക്കുന്നത് കൊണ്ട് അവർ വീണ്ടും വീണ്ടും വരുന്നത്. അമ്മ അവളോട് അധികം മിണ്ടാതിരുന്നാൽ മതി. അപ്പോൾ പിന്നെയും അവർ വരുവാണെങ്കിൽ മിണ്ടാതിരിക്കുമ്പോൾ തന്നെ അവരുടെ വരവൊക്കെ കുറഞ്ഞോളും. പിന്നെയും വരുവാണെങ്കിൽ മുഖത്തടിച്ച പോലെ എടുത്തെറിഞ്ഞ പോലെ പറഞ്ഞേക്കണം. അപ്പോൾ പിന്നെ അവരെന്തായാലും വരത്തില്ല. അപ്പോൾ വിമല പറയുന്നുണ്ട്, മോളെ എന്താ മോളെ വന്നവരോട് എങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ പറയുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, എനിക്കൊന്നും കേൾക്കണ്ട. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഏത് ചെയ്തിട്ടാണെങ്കിലും ഇനി അവർ ഈ വീട്ടിൽ വരാൻ പാടില്ല. അത് അമ്മയുടെ ഉത്തരവാദിത്വം. അവരുടെ വരവ് നിർത്തിക്കോ, ഞാൻ പോണെന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകുവാണേ. വിമലൊക്കെ ഇങ്ങനെ ആകെ ടെൻഷൻ കയറി ഇരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് സച്ചിൻ രേവതിയും കൂടി കാറോടിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ്. സച്ചിൻ രേവതി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചേട്ടൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? കുറേ നേരം ആയല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചിൻ പറയുന്നുണ്ട്, നീയും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഞാൻ ആദിമോനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. പാവമല്ലേ അവൻ, ഇത്ര ചെറുപ്പത്തിലെ അച്ഛനോ അമ്മയോ ആരുമില്ല. അമ്മയുണ്ടെങ്കിൽ തന്നെ അവനെ നോക്കുന്നു പോലും ഇല്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാനും അതാ ആലോചിച്ചുകൊണ്ടിരുന്ന. പാവം, ഈ പ്രായത്തിൽ ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴുള്ള വിഷമം എനിക്ക് മനസ്സിലാവും. അവനും എന്നെപ്പോലെ അമ്മൂമ്മയുടെ വീട്ടിലാണ് കൂടെ താമസിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, എനിക്കെന്ന് പറയാൻ അച്ഛനെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ അവന് അമ്മമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മൂമ്മയുടെ കാലശേഷം ആരുണ്ട്? അവൻ ഒറ്റക്കായി പോവില്ല എന്നൊക്കെ ആലോചിച്ച് സച്ചി ടെൻഷനാവുകയാണേ. അവൻ്റെ അമ്മയും എൻ്റെ അമ്മയെ പോലെ തന്നെയാണ്, അതേ സ്വഭാവം. അവനെ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുവാന്നൊക്കെ സച്ചി പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. വിമലാൻറ്റിക്കാണെങ്കിൽ അപ്പൊക്കെ വയ്യാതെ ആവുന്നുണ്ട്. എനിക്ക് ആകപ്പാട് ടെൻഷനാവുന്നു സച്ചിയേട്ടാന്ന് രേവതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എനിക്കും തോന്നുന്നുണ്ട് അവർക്കും വയ്യാതെ ആവുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആദ്യമോൻ ആരുണ്ട്? ആ ദുബായി കിടക്കുന്ന അവൻ്റെ അമ്മ നോക്കാനൊന്നും പോകുന്നില്ല. അവൻ പോണെങ്കിൽ പോട്ടെ എന്നുള്ള മൈൻഡായിരിക്കും അവർക്കെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വിചാരിക്കല്ല സച്ചിയേട്ടാ, എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട് മനസ്സിലെന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, എനിക്കും ഒരു കാര്യം തോന്നുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, എന്നാൽ സച്ചിയേട്ടൻ ആദ്യം പറ. അപ്പോൾ സച്ചി പറയും, ഇല്ലില്ല നീ പറ ആദ്യം എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുവാണ്, നമുക്ക് ആദ്യം മോനെ ദത്തെടുത്താലോ എന്ന് ചോദിക്കുവാണ്. ഇത് കേൾക്കുന്നതും സച്ചി പെട്ടെന്ന് കാറ് സ്റ്റോപ്പ് ചെയ്യുവാണ്. രേവതി ചോദിക്കും, എന്താ സച്ചിയേട്ടാ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി, നമ്മ രണ്ടുപേരും ഒരേപോലെ എപ്പോഴും ചിന്തിക്കുന്നത്. ഞാനും അതേപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നേ. നമുക്ക് അവനെ ദത്തെടുക്കാം രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ തന്നെ അവൻ ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടിയായിട്ടാണ് തോന്നുന്നത്. ദൈവം അങ്ങനെ തന്നെയായിരിക്കും എഴുതി വെച്ചിരിക്കുന്നതും. അവൻ ജീവിത അവസാനം വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന്. നമുക്കെടുക്കാം സച്ചിയേട്ടാ എന്ന് പറയുമ്പോഴേക്കും സച്ചിയും അതിനെ സമ്മതിക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, ഈ കാര്യം വീട്ടിൽ പറയണ്ടേ, നമ്മൾ മാത്രം ആലോചിച്ചാൽ മതിയോ പറയുമ്പോൾ സച്ചി പറയും, നമ്മൾ ദത്തെടുക്കുന്ന കാര്യം നമ്മൾ മാത്രം ആലോചിച്ചാൽ പോരെ, അതിൻ്റെ വേറൊരാളോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നതെന്ന് പറയുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അങ്ങനെയല്ല സച്ചിയേട്ടാ, നമ്മൾ അവനെ കൂട്ടി വീട്ടിലോട്ടല്ലേ പോകുന്നത്, അപ്പോൾ വീട്ടുകാരോടൊക്കെ ഒന്ന് പറയണം എന്ന് പറയുവാണ് രേവതി. അപ്പോൾ സച്ചി പറയുന്നുണ്ടേ, രേവതി, അച്ഛനും അമ്മയും ഇല്ലാത്ത വിഷമം എത്രത്തോളം ആണെന്ന് എനിക്കറിയാം. ഞാൻ അമ്മയുടെ സ്നേഹം അനുഭവിക്കാതെയാണ് വളർന്നത്. അതുപോലെ ഇനി ആദ്യം മോനും വളരരുത്. അവൻ എല്ലാവരുടെയും സ്നേഹം വേണം. നമുക്ക് ദത്തെടുത്തേ പറ്റൂ രേവതി എന്ന് പറയുന്നുണ്ട്. അമ്മ സമ്മതിക്കുമോ സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ പറയുന്നുണ്ട്, അമ്മ എന്തായാലും സമ്മതിക്കില്ല. ബഹളം വെക്കും, ഒച്ചയെടുക്കും, എല്ലാം ചെയ്യും. അമ്മയുടെ അഭിപ്രായം കേൾക്കാൻ നിന്ന് നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല രേവതി. അച്ഛന് സന്തോഷമായിരിക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അത് മാത്രമല്ല സച്ചിയേട്ടാ, ആദിയുടെ അമ്മൂമ്മ സമ്മതിക്കണ്ടേ? അപ്പോൾ പിന്നെ ആദിയുടെ അമ്മ സമ്മതിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പിന്നെ അവനെ വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന അമ്മയുടെ അഭിപ്രായം എന്തിനാ ചോദിക്കുന്നത്? അവർക്കിത് കേട്ടാൽ സന്തോഷമേ ആവത്തുള്ളൂ എന്ന് സച്ചി പറയുവാണേ.
നമ്മൾ ജീവിതത്തിലെ ഒരു പ്രധാന തീരുമാനം എടുക്കാൻ പോവാണ് സച്ചിയേട്ടാ. ഈ തീരുമാനം കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിയും. അപ്പോൾ അത് നമ്മൾ ആ തീരുമാനം എടുക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് വേണം എടുക്കാൻ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്ത് സൂക്ഷിച്ചെടുക്കാൻ? ഒരു കുട്ടിയെ വളർത്തുന്നത് നല്ല കാര്യമല്ലേ രേവതി, ഇതിലെന്താ ഇത്ര സൂക്ഷിക്കാനുള്ളത്? നീ ആരോടാ ഇനി അഭിപ്രായം ചോദിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ രേവതി പറയും, നമുക്ക് അമ്പലത്തിൽ പോയി ദൈവത്തോട് ചോദിക്കാം എന്ന് പറയുവാണ്. സച്ചി പറയും, ദൈവത്തോടോ? ദൈവം എന്ത് പറയാനാ? ദൈവം ഒന്നും വർത്താനൊന്നും പറയില്ലല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സച്ചിയെയും കൂട്ടി ഒരു അഭിപ്രായം തേടാൻ വേണ്ടിയിട്ട് അമ്പലത്തിലോട്ട് പോവാണേ. അമ്പലത്തിൽ പോയിട്ട് രേവതി ഒരു 2 ചീട്ടിൽ എടുക്കണ്ട എന്നുള്ളൊരു 2 ചീട്ട് എഴുതിയിട്ട് അവിടുത്തെ സ്വാമിയുടെ കയ്യിൽ കൊടുക്കുവാണ്, പൂജാരിയുടെ അടുത്ത്. എന്നിട്ട് പറയുന്നുണ്ട്, സ്വാമി ഇതൊന്ന് ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി പൂജിച്ചിട്ട് സ്വാമി തന്നെ ഒരു ചീട്ട് എടുക്കണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓ ഇതാണോ നീ സ്വാമി പറയും എന്ന് പറഞ്ഞത്, ദൈവത്തോട് ചോദിക്കാന്നൊക്കെ പറഞ്ഞത്? ആ ശരി, ദൈവത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ നിൽക്കുവാണേ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.